ഇന്ന് ആ വീട്ടിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അഥവാ അറിയാതെ ഉറങ്ങിപ്പോയാൽ ആ തണുത്തു മരവിച്ച വിരലുകൾ നിങ്ങളുടെ ശരീരത്തിലൂടെ എരിച്ചു നീങ്ങും. നിങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുന്നത് ആ വികൃതമായ മുഖത്തിലേക്കായിരിക്കും. അതിൻ്റെ അസഹ്യമായ ദുർഗന്ധം നിങ്ങളിൽ അറപ്പ് തോന്നിക്കും. ചുറ്റും എന്ത് എന്നറിയാത്ത കറുത്ത നിഴലുകൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങളിലേക്ക് ഭയമെത്തിക്കും. അതുപോലൊരു രാത്രി ആ വീട്ടിൽ നിങ്ങൾക്ക് തനിച്ച് താമസിക്കാൻ സാധിക്കുമോ? അത്തരം അനേകം രാത്രികൾ ആ കുടുംബം ആ വീട്ടിൽ താമസിച്ചിരുന്നു. ഇന്നും ആളുകൾക്ക് പേടി സ്വപ്നമായ ആ പ്രേതഭവനത്തിനും പറയാനുണ്ട് ചില കഥകൾ. ദി അമിറ്റിവില്ലെ ഹൊറർ. പ്രേതാനുഭവങ്ങളെല്ലാം തട്ടിപ്പാണ്. പലരും കണ്ണടച്ച് വിശ്വസിക്കുന്ന വിഷയമാണ്. എന്നാൽ ഈ കഥ പലർക്കും ഉത്തരം മുട്ടുന്നതാണ്. പല ഇംഗ്ലീഷ് സിനിമകളിലും നമ്മൾ ചില ക്ലീഷ് സീനുകൾ കാണാറുണ്ട്. അതായത്, ഒരു വലിയ വീട്ടിലേക്ക് 2-3 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം താമസിക്കാനായി എത്തുന്നത്. അവിടെ എല്ലാവർക്കും പ്രത്യേക മുറികൾ ഉണ്ടാകും. ഇരുട്ട് തളം കെട്ടിയ ഇടനാഴികളുണ്ടാകും. ഇരുട്ട് തിങ്ങുന്ന അണ്ടർഗ്രൗണ്ടുകളുണ്ടാകും. വർഷങ്ങളായി പൊടി പിടിച്ചു കിടക്കുന്ന തട്ടിൻപുറങ്ങളും അവിടെ ഉപയോഗശൂന്യമായ കസേരകളും കണ്ടാൽ തന്നെ ഭയം തോന്നും വിധമുള്ള പാവകളും ഉണ്ടാകും. ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ചില പാരാനോർമൽ ആക്ടിവിറ്റികൾ സംഭവിച്ചു തുടങ്ങും. അത് ആദ്യമായി അനുഭവിക്കുന്നത് സ്വാഭാവികമായും അച്ഛനായിരിക്കും. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അമ്മയ്ക്കും ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങും. അപ്പോഴേക്കും ഇളയ കുട്ടി ആത്മാവുമായി പരിചയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം പല സിനിമകളിലും നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള സീനുകളാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരിക്കുമെന്ന്? അതിനുത്തരമാണ് അമിറ്റിവില്ലെ ഹൊറർ. 1977 ജെയ് ആൻസൺ എന്ന അമേരിക്കൻ എഴുത്തുകാരനാണ് അതിനു പിന്നിൽ. അതിനു മുമ്പും ഇത്തരം എണ്ണപ്പെട്ട ചില സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം അനേകം സിനിമകളാണ് ഈ ഫോർമാറ്റിൽ പുറത്തിറക്കിയത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു കുടുംബം അനുഭവിച്ച് വിശ്വസിക്കാൻ സാധിക്കാത്ത ചില അനുഭവങ്ങളെക്കുറിച്ചാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ആ വർഷം ഏതാണ്ട് 34ഓളം സിനിമകൾ പുറത്തിറങ്ങി. 1975 ഡിസംബറിലാണ് 112 ഓഷ്യൻ വെന്യൂ എന്ന വീട്ടിലേക്ക് ആ കുടുംബം വന്നെത്തുന്നത്. ദിവസങ്ങളായി ഒരു പുതിയ വീടിനുള്ള അന്വേഷണത്തിലായിരുന്നു ജോർജും കുടുംബവും അത്ര വലിയ പണക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിലപേശലിനൊടുവിലാണ് അവർ ആ വീട് സ്വന്തമാക്കുന്നത്. ഡച്ച് കോളനിയിൽ സ്റ്റൈലിൽ നിർമ്മിച്ച 5 വലിയ ബെഡ്റൂമുകൾ അടങ്ങുന്ന ആ വീട് $80,000 അവർ വാങ്ങിയത്. ആ വീടിനോട് ചേർന്നൊരു സ്വിമ്മിംഗ് പൂളും ഒരു ബോട്ട് ഹൗസും ഉണ്ടായിരുന്നു. 1975 ജൂലൈയിലാണ് ജോർജും കാത്തിയും വിവാഹിതരാകുന്നത്. ജോർജ് കാത്തിയുടെ 2ാമത്തെ ഭർത്താവാണ്. ആദ്യത്തെ വിവാഹത്തിൽ അവർക്ക് 3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും സ്വന്തമായി വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിവാഹശേഷം കുടുംബമായി താമസിക്കാൻ ഒരു പുതിയ വീട് വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു അവർ വീടൊന്നും അന്വേഷിച്ചിറങ്ങിയത്. അവരോടൊപ്പം ഹാരി എന്ന പേരിൽ ഒരു നായ്ക്കുട്ടിയും ഉണ്ടായിരുന്നു. ബ്രോക്കർ ആദ്യം പറഞ്ഞ വിലയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അവർ ആ വീട് സ്വന്തമാക്കിയത്. അയാൾ അവരിൽ നിന്നും എന്തോ മറയ്ക്കുന്നതായി അവർക്ക് തോന്നി. ഒന്നും കൂടി നിർബന്ധിച്ചപ്പോൾ അയാൾ കാര്യം പറഞ്ഞു. ആ വീട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ദുരന്തം സംഭവിച്ചിരുന്നുവെന്ന്. 1974 നവംബറിലാണ് ഇത് സംഭവിക്കുന്നത്. റൊണാൾഡ് ഡിഫ്ലൂ എന്ന വ്യക്തി സ്വന്തം വീട്ടിൽ 6 പേരെ ദാരുണമായി ആ വീട്ടിൽ കൊച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം മാസങ്ങളോളം ആ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. ഈ വിവരം അറിഞ്ഞ ജോർജും കാത്തിയും ഒരു ചെറിയ ഭയം തോന്നിയെങ്കിലും അല്പം മാറി നിന്ന് സംസാരിച്ചപ്പോൾ അവർ തീരുമാനിച്ചു ആ വീട് വാങ്ങാമെന്ന്. കാരണം അത്ര ചെറിയ വിലയ്ക്ക് അത്ര വലിയ വീട് ലഭിക്കുക എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. എന്നായാലും ആളുകളെ ഭയപ്പെടുത്തിയ ഒരു കൊലപാതകം നടന്ന സ്ഥലമായതുകൊണ്ട് ആ വീടൊന്ന് വെഞ്ചരിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി ജോർജിന് പരിചയമുള്ള ഒരു ഫാദർ റോയെ അവർ സമീപിച്ചു. അങ്ങനെ ഫാദറിനോടൊപ്പം ആ കുടുംബം ആ വലിയ വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിലേക്ക് വാങ്ങിയ ഫർണിച്ചറുകൾ ഓരോന്നായി ആ വീട്ടിൽ
കട്ടിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴാണ് ജോർജ് അത് ശ്രദ്ധിക്കുന്നത്. ഫാദറിൻ്റെ മുഖത്ത് എന്തോ ഒരു ഭയം പോലെ. അദ്ദേഹം പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ജോർജ് കണ്ടു. ജോർജ് പുറത്തിറങ്ങി അദ്ദേഹത്തിന് പണം നൽകി. എന്നാൽ ഫാദർ അത് സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിനെനിക്ക് പണം ആവശ്യമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്ന് നിർബന്ധമാണോ? ആ ഒരു ചോദ്യം ജോർജിലേക്ക് ഭയമാണ് പരത്തിയത്. എന്തു പറ്റി ഫാദർ? ജോർജ് ചോദിച്ചു. അല്ല, ഈ വീട് എനിക്കത്ര സുരക്ഷിതമായി തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വീടിൻ്റെ പണം മുഴുവൻ നൽകിയിരുന്നു. അവിടെ ഇനി താമസിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ലെന്ന് ജോർജ് ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കി. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരിക്കട്ടെ. അതൊരിക്കലും നിങ്ങളുടെ ഭാര്യയോ കുഞ്ഞുങ്ങളോ അറിയാൻ പാടില്ല, ഫാദർ പറഞ്ഞു. ആ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ മുറിയിൽ നിങ്ങൾ ആരും താമസിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. ആ മുറിയിൽ തയ്യൽ ആവശ്യങ്ങൾക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നും അവിടെ ഒരിക്കലും താമസിക്കുകയില്ലെന്നും ജോർജ് ഉറപ്പ് നൽകി. ഫാദർ പറഞ്ഞ കാര്യം ജോർജിൻ്റെ മനസ്സിൽ അലട്ടിയിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളുമായി അല്പം നേരം കളിച്ചപ്പോൾ അദ്ദേഹം സന്തോഷവാനായിരുന്നു. ആ രാത്രി അങ്ങനെ കടന്നുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. അയാളുടെ ഭയം കുറഞ്ഞു തുടങ്ങി. എല്ലാം ഫാദറിൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നുവെന്ന് ജോർജ് വിശ്വസിച്ചു. കഥ തുടരും.